ഇറാൻ്റെ അടുത്ത് അമേരിക്ക പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒക്കെ ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നേക്കുന്നു. അപ്പം ഖുമനേയി പറഞ്ഞു, പോയി പണി നോക്കിയാൽ മതി ട്രംപേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഉപരോധമുണ്ട്. ഉപരോധത്തിൻ്റെ മാത്രമല്ല, ഇറാൻ പ്രത്യക്ഷത്തിൽ പറയുകയാണ്, അല്ലെങ്കിൽ വെല്ലുവിളിക്കുകയാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും. നിങ്ങളുടെ പരിപാടി, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പേടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിനൊന്നും ഞങ്ങൾ വഴങ്ങില്ല എന്നുള്ളത് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്നുള്ള അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ വേറെയുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഉപരോധങ്ങൾ, എന്നും ഉപരോധം കൊണ്ട് വലയുകയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം. അവരുടെ ഭാഗത്തെ വീഴ്ചകളും ഒക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ഈ ഒരു ഘട്ടത്തിലും ഇറാൻ വഴങ്ങുന്നില്ല എന്ന് പറയുന്നത് അവർക്ക് തന്നെ വിനയാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ, അതോ ഇറാൻ ആക്രമിക്കോ ഈ രണ്ട് രാജ്യങ്ങളെയും? ഇറാൻ രണ്ട് രാജ്യങ്ങളും ആക്രമിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇനി ഇറാൻ ആക്രമിച്ചാൽ ഇസ്രയേലിനെ അല്ല ആക്രമിക്കുക, അമേരിക്കയായിരിക്കും ആക്രമിക്കുക എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിൻ്റെ സാധ്യത? കാരണം ഇറാനിൽ നിന്ന് എത്രയോ അകലെയാണ് അമേരിക്കയുടെ. ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കാൻ തന്നെ ഒരു രാജ്യം കടന്നു പോകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കടന്നുപോയി മിസൈൽ കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ ഇസ്രയേലിനെ ഭയപ്പെടുത്തി കളഞ്ഞു. പക്ഷെ അമേരിക്കയെ എങ്ങനെയാണ് ഇറാൻ നേരിടുക എന്നുള്ള കാര്യം ആർക്കും അറിയില്ല, അമേരിക്കയ്ക്കും അറിയില്ല. കാരണം ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് അമേരിക്ക. ലോകത്തെ എല്ലായിടത്തും പോയി യുദ്ധമുണ്ടാക്കുന്ന അമേരിക്കയാണ്. എല്ലാവർക്കും ആയുധം കൊടുക്കുന്ന അമേരിക്കയാണ്. പക്ഷേ ഒരിക്കലും അമേരിക്കയുടെ മണ്ണിൽ ഒരു ബോംബ് പോലും ശത്രു രാജ്യത്തിൻ്റെ വീണ് പൊട്ടിയിട്ടില്ല. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യം. അത്ര സുരക്ഷിതമായിട്ടുള്ള ഒരു പൊസിഷനാണ് അമേരിക്കൻ ഉപഭൂഖണ്ഡത്തിനുള്ളത് എന്നത് അമേരിക്കയുടെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കാം. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് സെപ്റ്റംബർ 11 അവരുടെ ഇരു ടവറുകളെയും തകർത്തുകൊണ്ട് വിമാനാക്രമണത്തിലൂടെ ഭീകരവാദികൾ എന്ത് ചെയ്ത് അമേരിക്കയെ അടിച്ച് ആപ്പീസ് പൊട്ടിച്ച് അന്ന്. അപ്പോൾ അങ്ങനെയും സംഭവങ്ങളുണ്ടാകാം. ഇറാൻ ഇതൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി ഇറാൻ കാത്തുവച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഇറാൻ കീഴടങ്ങുന്നില്ല. ഇറാൻ പറയുന്നത് ചതിച്ച് നിങ്ങൾ കരാറുണ്ടാക്കി ഞങ്ങളെ പറ്റിക്കാനായിട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ കയ്യിലുള്ള യുറേനിയം അടിച്ചെടുക്കാനായിട്ടുള്ള ഒരു വഴി കൂടി ഇതിനിടയിലുണ്ട് എന്ന് കരുതുന്നു. ഞങ്ങൾ ആണവ പ്രവർത്തനങ്ങളൊന്നും നിർത്തുന്നില്ല. ആണവായുധ പരീക്ഷണങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ ഞങ്ങളുടെ ആണവാലയം അടച്ചുപൂട്ടാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്താണ് ഇസ്രായേൽ ഇറാൻ്റെ ആണവാലയത്തിന് മുകളിൽ ബോംബിട്ട് തകർത്തു തരിപ്പണമാക്കി. ഒന്നും സംഭവിച്ചില്ല എന്നാണ് പിന്നീട് മനസ്സിലാക്കപ്പെട്ടത്. എന്തായാലും അവരുടെ ആത്മവിശ്വാസം കൂടിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ യുദ്ധത്തിലൂടെ ആത്മവിശ്വാസം കൂടിയ ഇറാനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇറാൻ വളരുന്നതും ജീവിക്കുന്നതും അതിജീവിക്കുന്നതൊക്കെ എണ്ണ വിറ്റിട്ടാണ്. ആ എണ്ണ വിൽപ്പന നീ നടത്തണ്ട എന്ന് അമേരിക്ക പറഞ്ഞിരിക്കാൻ വേണ്ടും. അതുകൊണ്ടാണ് ഇത്ര ശക്തമായിട്ട് ഇറാൻ അമേരിക്കയ്ക്കെതിരെ പ്രതികരിച്ചതെന്നാണ് എനിക്ക് തോന്നാം. ഈ ഇറാൻ്റെ കാര്യം പറയുമ്പോഴേ, ഇറാൻ മിസൈലുകളുടെ എണ്ണത്തിലൊക്കെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവരുടെ കയ്യിലില്ലാത്ത മിസൈലുകളില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടിയും ഇറാനെ വലയ്ക്കുന്ന, അല്ലെങ്കിൽ ഇറാനെ പിന്നോട്ടടിക്കുന്നത് ഈ ഉപരോധം തന്നെയാണ് എന്നുള്ളത് നമുക്ക് അറിയാം. അതിൻ്റെ ഈ മിസൈലുകൾക്കും ഒക്കത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ആണവ സമ്പുഷ്ടീകരണമൊക്കെ നടത്തുന്നത്. ട്രംപ് ഒരിക്കൽ ഈ ഒരു തിരിച്ചടി കൊടുക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, 15 ദിവസം തരാം, അതിനു മുമ്പ് നിങ്ങൾ ഈ പ്രവൃത്തിയൊക്കെ നിർത്തിവെക്കണമെന്നാണ് പറയുന്നത്. അന്നും ഒന്നും സംഭവിച്ചില്ല. ഇവരെ അടിച്ചു തകർത്തു എന്ന് വീരവാദം പറഞ്ഞു ട്രംപ്. പക്ഷെ അതിനു മുമ്പ് യുറേനിയം മാറ്റേണ്ടിടത്തേക്ക് മാറ്റി ഇറാൻ എന്നുള്ളതാണ്. മാത്രമല്ല, അവർ ആ സമയത്ത് IAEA വെല്ലുവിളിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് ഇത് മാത്രമല്ല, ഇപ്പം നിലവിലുള്ള ആണവ നിലയങ്ങൾ മാത്രമല്ല, ഞങ്ങൾ പുതുതായിട്ട് ഒന്നുകൂടി തുടങ്ങാൻ പോകുന്നുണ്ട്. അതിനൊന്നും നിങ്ങളുടെ യാതൊരു പരിശോധനയും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നുകൂടി പറഞ്ഞു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ഈ B2 ബോംബറൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ ആണവ നിലയങ്ങളൊക്കെ തകർത്ത് കളഞ്ഞത്. പക്ഷെ അതിൻ്റെ മുകൾ ഭാഗം മാത്രമാണ് തകർന്നിട്ടുള്ളത്. അവിടെ വീണ്ടും അവർ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അല്ല, ഇത് ഈ ഇറാൻ്റെ പരിമിതികൾ അറിയാമല്ലോ. ഇറാനെ ഇങ്ങനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നും B2 ബങ്കർ ബോംബറുകൾ വരികയും അത് തകർത്ത് കളയാൻ സാധ്യതയുണ്ടെന്നൊക്കെ കരുതി ഇവരെ ഈ അണ്ടർഗ്രൗണ്ട് സംവിധാനം അത്ര ശക്തമായിട്ട് തന്നെ ശരിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം എന്നാണ് നമ്മൾ കരുതേണ്ടത്. കാരണം പറഞ്ഞ പോലെയൊക്കെ എന്ത് ചെയ്ത് ബങ്കർ ബോംബറൊക്കെ ഇട്ടു അവിടെ. പക്ഷേ ആ ബോംബ് വീണിട്ടൊന്നും അവരുടെ ആണവ നിലയം തകർന്നില്ല എന്നാണ് പിന്നെ അന്താരാഷ്ട്ര വിലയിരുത്തൽ. അങ്ങനെയാണ്. അത് മാത്രമല്ല, അത് കൂടാതെയും ചിലയിടങ്ങളിൽ അവർ
രഹസ്യമായിട്ട് രണ്ടാമത്തെ ആണവ നിലയത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതെന്നാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഹിരോഷിമയ്ക്കും നാഗസാക്കിക്കും ശേഷം എല്ലാ രാഷ്ട്രങ്ങളും കരുതുന്നത്, ആഗ്രഹിക്കുന്നത് യുദ്ധപ്രതിരോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് ആറ്റം ബോംബാണ് എന്നാണ്. ആണവായുധം കയ്യിലുണ്ടെങ്കിൽ ആ രാഷ്ട്രത്തെ ആക്രമിക്കാനായിട്ടുള്ള ധൈര്യം പലപ്പോഴും മറ്റു രാഷ്ട്രങ്ങൾ കാണിക്കില്ല എന്ന് കരുതുന്നു. ഇപ്പോൾ നമ്മൾ തന്നെ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധത്തിൽ നമുക്ക് നാണംകെട്ട പരാജയമുണ്ടായ ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീരുമാനിച്ചത് ആണവായുധത്തിലേക്ക് കടക്കുക എന്ന് തന്നെയാണ്. അങ്ങനെയാണ് പൊക്രാനിൽ ഇന്ദിരാഗാന്ധിയുടെ എല്ലാവിധമായ ആശീർവാദത്തോടും കൂടി ആദ്യത്തെ ആണവ വിസ്ഫോടനം നടത്തി നമ്മളതിന് ബുദ്ധൻ്റെ ചിരി എന്നൊക്കെ പറഞ്ഞ് പേരൊക്കെ കൊടുത്ത് സമാധാനത്തിന് വേണ്ടിയുള്ള ആണവ പൊട്ടിക്കലാണെന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ അടുത്ത് ആണവ ബോംബുണ്ട് എന്ന് ലോകത്തെ അറിയിച്ചു നമ്മൾ. അമേരിക്ക പോലും വന്ന് ഞെട്ടിപ്പോയൊരു കാര്യമാണ്. അപ്പോൾ ഈ ആണവായുധം എന്ന് പറയുന്നത് യുദ്ധപ്രതിരോധത്തിനുള്ള ഏറ്റവും വലിയ സംവിധാനമായിട്ട് ആധുനിക കാലം മാറ്റിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ നിർബന്ധപൂർവ്വം ഇറാൻ ഇത് ശരിപ്പെടുത്തിയെടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആണവായുധം ഉണ്ട് അവരുടെ അടുത്ത്. അപ്പോൾ പക്ഷെ അതുണ്ടെന്നുള്ള രീതിയിലേക്ക് അവർ വന്നിട്ടില്ല, മറ്റാരും വന്നിട്ടില്ല. ആകെ പാകിസ്ഥാന് മാത്രമാണ് ആണവായുധമുള്ളത് ഈ മുസ്ലിം രാഷ്ട്രങ്ങളിൽ എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഇറാൻ എന്തായാലും നല്ല സൈനിക ശക്തിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഇസ്രായേലുമായിട്ട് അവരുടെ ഈ ചെറിയ കാലത്തെ ആ യുദ്ധത്തിൽ നിന്ന് ലോകം മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്ത് പോലും അവർക്ക് ശക്തമായിട്ടുള്ളൊരു നേതൃത്വമുള്ളതിൻ്റെ പേരിലാണ് അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നത്. ആ നേതൃത്വം വളരെ സ്റ്റബണാണ്, അതേപോലെ തന്നെ വളരെ സ്റ്റഡിയുമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് അവരുടെ മേത്തേക്ക് കയറാനായിട്ട് ഇവർക്കൊന്നും കഴിയാതിരിക്കുന്നു. ഈ ഇറാൻ പക്ഷേ ചെയ്യുന്ന പ്രവൃത്തിയിൽ എല്ലാവർക്കും ആശങ്ക ഉണ്ടാവുമല്ലോ. കാരണം ഇറാൻ പ്രോക്സികളെ വെച്ച് അടിക്കുന്ന ഒരു, അതായത് നമുക്കറിയാം ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കും ഒക്കെ ഫണ്ട് കൊടുക്കുന്നത് ഇറാൻ തന്നെയാണ്. അവരുടെ പ്രവൃത്തി അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ കയ്യിലേക്ക് ഈ ആണവായുധം എത്തുമ്പോൾ അവർ എപ്പോൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതുകൂടി ഒരുപക്ഷെ അമേരിക്കയുടെ ചിന്തയിൽ അതുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ ചിന്തയിൽ ഈ ഒരു ഭയം എന്നും അവർക്കുണ്ട്. ഈ ഒരു അവർ ഒരിക്കൽ നെതന്യാഹു പറയുകയും ചെയ്യുന്നുണ്ട്, മതഭരണകൂടമുള്ള ആണവ ശക്തിയായിട്ടുള്ള രാജ്യമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും ഭീഷണി. മുസ്ലിം മത ഇത് ആണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇറാനെ ഭയക്കുന്നത്, ഇസ്രായേൽ ഭയക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ല, ഇസ്രായേൽ അടിച്ചു നോക്കി അമേരിക്ക പറഞ്ഞപ്പോൾ ഇറാനെതിരെ. പക്ഷേ ആ അടികൊണ്ട് ഇറാൻ തകർന്നില്ല എന്ന് മാത്രമല്ല, ഇസ്രായേലിന് തിരിച്ചടി കിട്ടുകയും ചെയ്തു. അപ്പം അങ്ങനെ തിരിച്ചടി കിട്ടുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ മേൽ മെക്കിട്ട് കയറാൻ പോകൽ അസാധ്യമായ കാര്യമാണ്. കാരണം സ്വയം നശിക്കാൻ തീരുമാനിച്ചാൽ മാത്രമാണ് അങ്ങനെയുള്ള ഒരു പ്രക്രിയയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചത്. ഇറാൻ എന്ന് പറയുന്നത് വലിയ ശക്തിയല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇറാനെ ഉപദ്രവിച്ചാൽ തിരിച്ച് കുറച്ച് ഉപദ്രവങ്ങളിലും കിട്ടും എന്നുള്ള തിരിച്ചറിവാണ് ഇസ്രായേലിനുണ്ടായിരിക്കുന്നത്. ആണവായുധം ഇപ്പോഴും അവർ ഉപയോഗിച്ചിട്ടില്ല, അവരത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പോലും ലോകം വിശ്വസിക്കുന്നില്ല. നമുക്ക് പോലും അതങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന രൂപത്തിലായിട്ടില്ല. യുറേനിയം സമ്പുഷ്ടീകരണം നടന്നു എന്നുള്ളത് ശരിയാണ്. എന്നതിനപ്പുറം അത് മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ എത്രത്തോളം അവർക്കത് വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. അവർക്കത് വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അവരുടെ ഈ പ്രോക്സികൾ എന്ന് പറയുന്ന ശക്തികൾ, ഹൂതികളും മറ്റും ഒക്കെ ഇത് വേണമെങ്കിൽ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയാൻ പാടില്ല. കാരണം എന്താണ്, അത് കുരങ്ങിൻ്റെ കയ്യിൽ കിട്ടുന്ന പൂമാല പോലെയായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ എന്താണ് കുരങ്ങന്മാരെ കൊണ്ടൊക്കെ കുടിച്ചോറ് വാരിക്കുന്ന ഒരു പ്രക്രിയ പോലത്തെ ഒന്നിലേക്ക് വേണമെങ്കിൽ അത് കടന്നേക്കാം. കാരണം ഇത് ഈ ഹൂതികളും അതേപോലെ ഹിസ്ബുള്ള പോലെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതൊരു ഭീകരവാദി സംഘം മാത്രമാണ്. അവർക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അവരെന്തും ചെയ്യും. ആര് നശിച്ചാലും അവർക്ക് പ്രശ്നമില്ല, അവർ നശിച്ചാലും പ്രശ്നമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു ഭയം ഉള്ളത്. ഒരിക്കലും അങ്ങനെയൊക്കെ സംഭവിക്കരുത്, അത് ലോകത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ് എന്ന്. ആണവായുധ പ്രയോഗത്തിന് ഒരു രാഷ്ട്രവും യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇറാൻ അങ്ങനെ അത് നിർമ്മിച്ച് ഈ പ്രോക്സികളുടെ കയ്യിൽ കൊടുക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് കരുതാനോ പ്രാർത്ഥിക്കാനോ ഒക്കെ കഴിയുള്ളൂ. കാരണം വെച്ചാൽ ഈ ലോകം ഭ്രാന്ത് പിടിച്ച ലോകമാണ്. ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാനായിട്ട് കഴിയില്ല. ഒരു ഭ്രാന്തനെ ഇളകിയാൽ ഈ ലോകം മുഴുവനും നശിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അതിനെ കുട്ടിച്ചോറാക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.